സുഖമാണല്ലോ. ഞാനിന്നിവിടെ ചക്കക്കുരുവും ചീരയും കൊണ്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഹെൽത്തി ആയിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചക്കക്കുരുവും ചീരയും കൊണ്ടുള്ള തോരൻ തയ്യാറാക്കാനായിട്ട് 10-15 ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതാണ്. ഇത് നമുക്ക് ഈ ഒരു കഷ്ണങ്ങളായിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. തോരത്തിനായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നത്. ഈ ഒരു പരുവത്തിനാണ് അരിഞ്ഞെടുക്കാനുള്ളത്. ചീരയും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരിഞ്ഞ ചക്കക്കുരു ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് വേകാൻ പാകത്തിന് വെള്ളവും ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇത് നമുക്ക് വേവിക്കാം അടച്ച് വെച്ച്. ഇനി നമുക്ക് തോരത്തിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളി ഇടാം. 2 പച്ചമുളക് ചേർക്കാം. കുറച്ച് ഉള്ളിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളകും ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും മുളകുമൊക്കെ മൂത്ത് വന്ന് നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചീരയില ഇട്ട് കൊടുക്കാം. ഇത് 2 പിടി ചീരയാണ്, കടയിൽ നിന്ന് വാങ്ങിയതാണ് ഈ ചീര. ഇത് വീട്ടിലേതല്ല. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ല ചുമന്ന ചീരയാണ്, വീട്ടിലേതെന്ന് പറഞ്ഞാണ് വാങ്ങിയത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഉപ്പ് പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് പൊടിയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ചക്കക്കുരുവിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് ചീരയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. കർക്കിടകത്തിൽ ഇതുപോലെ ചീര തോരൻ വെച്ച് കഴിക്കുന്നത് നല്ല ഹെൽത്തിയാണ്. ചക്കക്കുരുവും ഹെൽത്തി ആയിട്ടുള്ളതാണ്. ചക്കക്കുരുവിൽ ധാരാളം പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട്. ചീരയിൽ ഇരുമ്പ് കൂടുതലാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഈ ചീര. ഹീമോഗ്ലോബിൻ കൂട്ടാനൊക്കെ ചീര ഇല കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്കിതൊരു അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടി. ഇടയ്ക്ക് നമുക്കിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ ഊർന്നിറങ്ങി വന്ന് കുറച്ച് സമയം കൂടി അടച്ച് വയ്ക്കാം. ഇത് നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ചക്കക്കുരു കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചതച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചീര നന്നായിട്ട് വെന്തു. ഇനി ഒരു 2 മിനിറ്റ് സമയം ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം. എന്നാലേ അരപ്പൊക്കെ വെന്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ 2 മിനിറ്റ് സമയമായി. നമ്മുടെ ചീരത്തോരൻ നന്നായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഞാൻ തയ്യാറാക്കിയ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. ആദ്യമായി കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരാം. താങ്ക്